ഒരു വ്യക്തിയിൽ അങ്ങനെ ഇരിക്കുകയല്ല ട്രെയ്റ്റ്സ് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് ജനിതകമുള്ളത് സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് ഇത് ചെയ്യുന്നത്, ഓപ്പണപ്പ് ആകുന്നത്. ജീൻ ഓണാകുകയും ഓഫാകുകയും ചെയ്യും. ഒരാൾക്ക് ജനിതകമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയുകൊണ്ട് അത് വിരിയണമെന്നില്ല, ഉണരണമെന്നില്ല. അപ്പോൾ സന്ദർഭം കൂടെ ചേർത്തല്ലാത്ത ഒരു ട്രെയ്റ്റും ലോകത്തില്ല. നമ്മൾ ഒരു 10 പേര് നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പം അതിൽ ഒരാളുമായിട്ടായിരിക്കും നമുക്ക് ഇഷ്ടം ഉണ്ടാകുന്നത്. അത് അയാളിലിരിക്കുന്ന കാര്യം കൊണ്ടല്ല, നമ്മളും അവരും തമ്മിലുണ്ടാകുന്ന കെമിസ്ട്രിയിലാണ് അതിരിക്കുന്നത്. നമ്മൾ അവരുടെ സാഹചര്യവും അവർ നമ്മുടെ സാഹചര്യവും ആകുന്നതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാതെ ആളുകളിൽ ഇങ്ങനെ ട്രെയ്റ്റുകൾ ഇരിക്കുകയാണ് എന്ന് പറയുന്നത് നേരത്തെ തൊട്ട് ആളുകളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്നും പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാൾ അവരുടെ അടുത്ത് വേണ്ടും വണ്ണം നന്നായി പെരുമാറിയാൽ അവർക്ക് ആ സ്വഭാവം ഉണ്ടാകത്തില്ല. ഇതാണല്ലോ നമ്മൾ ഈ പറയുന്ന ഫിലോസഫി. ഈ ലോകത്ത് മനുഷ്യർ മറ്റു മനുഷ്യരെ സ്നേഹിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷന് സ്ഥലമുണ്ട് എന്ന് കാണുന്നുണ്ടാണ്. ഈ മരിച്ചവരുമായിട്ട് സംസാരിക്കാൻ, കണക്ട് ചെയ്യാൻ ഈ ഓജോ ബോർഡ് പോലുള്ള കാര്യങ്ങളുമായിട്ട് പല വിദഗ്ധരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സാറ് അങ്ങനെ എന്തെങ്കിലും ഒരു ആഫ്റ്റർ ലൈഫിലോ അതുമായിട്ട് വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിട്ട് വല്ലതും ഉണ്ടോ സാർ? ഇല്ല. ഞാനൊരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തോ ആ സമയത്തൊക്കെ കൂട്ടുകാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സ്റ്റൗവൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ തൊട്ടിട്ട് അത് അനങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പിൽക്കാലത്ത് എനിക്കതിനെപ്പറ്റിയൊക്കെ മനസ്സിലായ സമയത്ത് അങ്ങനെയൊന്നും തന്നെ ഇല്ലെന്നറിയുന്ന ഒരാളാണ്. അല്ലാതെ സംശയങ്ങളൊന്നും അവിടെ ഇല്ല. മരിച്ചാലവിടെ വെച്ച് തീരുന്ന മനുഷ്യർ മാത്രമേ ഉള്ളെന്നറിയാം. വിവാഹത്തെപ്പറ്റിയും പ്രണയ ജീവിതത്തെപ്പറ്റിയൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ സാറ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. എന്നാലും നാളെ രാവിലെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോടും ആൺകുട്ടിയോടും സാറ് നൽകുന്ന ഒരു സിംഗിൾ പീസ് ഓഫ് അഡ്വൈസ്. ആകെപ്പാടെ ഞാൻ പറയുന്നത് അവരുടെ തിരഞ്ഞെടുപ്പായിരിക്കണം എന്നുള്ളതാണ്. തിരഞ്ഞെടുത്തവർ തമ്മിലാണ് വിവാഹ കരാറുകളിൽ ഒപ്പിടേണ്ടത്. അല്ലാതെ അമ്മയും അച്ഛനും കുടുംബങ്ങളും ആലോചിക്കുന്ന ഒരു വിവാഹത്തിൽ അവർ ഇടപെടരുത്. ഞങ്ങളുടെ വിവാഹമായി എന്ന് പറയുന്ന ഒരു കുറി കാണാനാണ് എനിക്ക് ആഗ്രഹം. പറഞ്ഞു കേട്ടു സാർ, ഇത്രയും വർഷം പ്രവർത്തിച്ചുകൊണ്ട് നിന്നവരൊക്കെ മണ്ടന്മാരാക്കിയാണോ മറ്റുള്ളവരെ കൊണ്ട് പ്ലേസ് ചെയ്തെന്ന്. അതിൽ സാറിൻ്റെ സ്റ്റാൻഡ് എന്താണ്? അവരുടെ എന്ന് പറഞ്ഞാൽ അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇലക്ഷന് ജയിക്കുക എന്ന് പറയുന്നത് ഒരു നീഡുണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക്. ഒരു വോട്ടിന് ജയിക്കേണ്ടതുണ്ട്. ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല, ഇലക്ഷന് നിന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇലക്ഷന് ജയിക്കുക എന്ന് പറയുന്നത് മാത്രം ലക്ഷ്യമായി മാറിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിലനിർത്തുന്നത്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. അല്ല, മതത്തിനേക്കാളും രാഷ്ട്രീയത്തിനേക്കാളും മതം എന്ന് പറയുന്ന ആരെങ്കിലും ഇപ്പോൾ ഉണ്ടാക്കുന്നൊന്നുമല്ല, പണ്ടേ ഉള്ളതാണ്. കല്യാണം വീണ്ടും വീണ്ടും നമ്മുടെ മുന്നേ വരുന്നതാണ്. ഇപ്പം നിങ്ങളുടെ മതമോ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ ഭാഷയോ നിങ്ങളുടെ പ്രദേശമോ ഒന്നും തന്നെ നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പിനുള്ള സ്ഥലമില്ല. ഇതങ്ങനെയല്ല. തിരഞ്ഞെടുക്കാനായിട്ട് ഭരണഘടനാപരമായ അവകാശം കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് നാട്ടുകാരും വീട്ടുകാരും ആലോചിച്ച് ഇന്നും കല്യാണം കഴിക്കുന്നിടത്ത് എത്തുന്നതാണ് മണ്ടത്തരം. എന്നിട്ട് എല്ലാ തവണയും ഡൈവോഴ്സിന് വേണ്ടി കഷ്ടം പിടിച്ച് ഈ കോടതിയുടെ മുന്നിൽ എത്രയോ നാളിരുന്ന് നമ്മൾ ഒരു നിമിഷം ഒന്ന് അശ്രദ്ധമായി ഇരുന്ന് പോയതുകൊണ്ട് മാത്രം കൊടുക്കേണ്ടി വരുന്ന വിലയാണ്. അത് വേണമെങ്കിൽ അത് ആ കല്യാണത്തിന് വേണമെങ്കിൽ ആ കൂട്ടത്തിൽപ്പെടുത്താം. സാർ പറയുന്ന പോലെ കല്യാണമാണ് ഇതിൽ ഏറ്റവും വലിയ മണ്ടത്തരം. അത് ഇതുകൊണ്ടാണ് ചോയ്സും കൂടെ ഉള്ളതാണ്. നമുക്കതാണ് ഒരു സ്വാതന്ത്ര്യം. മറ്റേത് അങ്ങനെയല്ല. ഇപ്പം നിങ്ങളുടെ വീട്, നിങ്ങൾ ജനിച്ച വീട് തിരഞ്ഞെടുക്കാൻ ഒക്കത്തില്ല. നമ്മൾ രണ്ടൊരു മലയാള ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. നല്ല ഭാഷയാണ് മലയാളം, അതുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതങ്ങനെയല്ല. 10-18 വയസ്സ് വരെ നമ്മൾ എക്വിപ്ഡ് ആകുന്ന ഒരു സ്ഥലവും കൂടെ ഉണ്ട്. അതിനു മുമ്പ് വിവാഹം കഴിക്കാൻ അനുവദിച്ചിട്ട് പോലുമില്ല. തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ എക്വിപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാണ് അതിനകത്ത് കൊണ്ടുപോയി ശരിക്കും പറഞ്ഞാൽ തല വയ്ക്കുന്നത്. ആ തല വെച്ചിട്ട് പിന്നെ ഇന്നിപ്പം വിവാഹത്തിനേക്കാളും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്ന ഒരു സമൂഹമാണ്. വിവാഹത്തിനേക്കാളും കൂടുതലാണ് ഇന്ന് ഡൈവേഴ്സ്.
അതിന് എത്ര വർഷമാണ്, 4-5 വർഷമൊക്കെയാണ് എടുക്കുന്നത്. മ്യൂച്വൽ ഡൈവോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, താരതമ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണെന്ന് പറയും. പക്ഷെ മറ്റേത് നമുക്ക് അങ്ങനെയല്ല, വലിയ പാടാണ്. ആദ്യം തന്നെ നമുക്ക് അറിയാം, വക്കീൽ പറയും അപ്പുറത്തിരിക്കുന്ന ആൾ വളരെ മോശമാണെങ്കിൽ ആണെന്ന് തെളിയിച്ചാലേ ഈ മജിസ്ട്രേറ്റ് സമ്മതിക്കൂ. അത് കാരണം കൊണ്ട് നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ആൾ വളരെ മോശമാണെന്ന് എഴുതി ആദ്യം കൊടുക്കേണ്ടി വരും. അത് വക്കീലന്മാർ പറഞ്ഞിട്ടാണ് ആയിരിക്കും അത് എഴുതുന്നത്. പെട്ടെന്ന് തന്നെ അപ്പുറത്തിരിക്കുന്ന ആളിന് ഇങ്ങനെയായിരുന്നു ഇവർ നമ്മളെപ്പറ്റി ചിന്തിച്ചത് എന്ന് വിചാരിച്ചിട്ട് വാശിയാവും. അങ്ങനെ വാശിയോടെ വിവാഹമോചനം കൊടുക്കില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാ കാര്യത്തിനകത്ത് എതിരായി തീർന്ന് ശത്രുക്കളായി പിരിയേണ്ടി വരുന്ന സ്ഥലമാണ്. അതിനപ്പുറത്തോട്ടൊരു മണ്ടത്തരം ഉണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോ. ഇപ്പം നമ്മൾ യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോകുമ്പോൾ അറിയാം സാർ, ഇപ്പം കുട്ടികളെക്കാൾ ഒരുപാടായിട്ട് അവർ പെറ്റ്സിനെയാണ് കീപ്പപ്പ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ വേണം എന്നൊരു ചിന്തയിലധികം അവർ എത്തിയിട്ടില്ല, വേണ്ടാന്ന് വെക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് അതിൻ്റെ കാറ്റിങ്ങനെ വല്ലാതെ ഒന്ന് വീശി തുടങ്ങുന്നുണ്ടോ സാർ? എന്താണ് തോന്നുന്നത്? അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ജനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കുട്ടികൾ, ഇപ്പം നമ്മൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നുണ്ട്. പണ്ടാണെന്നുണ്ടെങ്കിൽ 10 പ്രസവിക്കുന്നതിനകത്ത് 5 പേരും മരിച്ചു പോകും, ചിലപ്പോൾ 6 പോവും, 4 കാണുള്ളൂ. ഇന്നങ്ങനെയല്ല. ജനിക്കുന്നതിൽ 90% അല്ല 95% കുട്ടികളും ജീവനോടിരിക്കും. ജനിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും എന്നറിയുന്നത് കൊണ്ട് ധാരാളം കുട്ടികളെ ഉണ്ടാക്കുന്ന കുറയും. വികസിക്കുന്ന സമൂഹങ്ങളിലെല്ലാം പോപ്പുലേഷൻ കുറയും. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ആകെ ജനസംഖ്യയുടെ കാര്യം, ആകെ ജനസംഖ്യ വർദ്ധിക്കാനായി. ലോകത്ത് 1927 കണക്ക് പ്രകാരം നമ്മളൊരു സെൻസസൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ 200 കോടി ജനം ഉണ്ടായത്. 100 വർഷമായിട്ടില്ല ഇപ്പോഴും, അടുത്ത കൊല്ലമാകത്തുള്ളൂ 27. അന്ന് 100 വർഷത്തിനകത്ത് 650 കോടി ജനം ഉണ്ടായിക്കഴിഞ്ഞു. അത്രയും ജനസംഖ്യ കൂടിയിട്ടുണ്ട്. ജീവിത നിലവാരം വളരെയധികം ഉയർന്നിട്ടുണ്ട്.